കലാപമുണ്ടായി 2 വർഷത്തിന് ശേഷം മണിപ്പൂർ സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂരിലെ സമാധാനവും ഐക്യവും പുനഃസ്ഥാപിക്കാൻ പ്രധാനമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്ത് 8,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. കുക്കി മെയ്തി വിഭാഗക്കാരുടെ മോദി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തി. വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളിലെ 3 ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂരിലെത്തിയത്. 2023-ൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷമുള്ള ആദ്യ സന്ദർശനം. ഗവർണർ അജയ് കുമാർ ഭല്ല മോദിയെ സ്വീകരിച്ചു. കനത്ത സുരക്ഷയിലായിരുന്നു സന്ദർശനം. കുക്കി ഭൂരിപക്ഷ മേഖലയായ ചുരാചന്ദ്പൂരിലും മെയ്തൈ സ്വാധീന മേഖലയും തലസ്ഥാന ജില്ലയുമായ ഇംഫാലിലും മോദി പൊതുസമ്മേളനങ്ങളിൽ സംസാരിച്ചു. 6 മണിക്കൂർ നേരം മണിപ്പൂരിൽ തങ്ങിയ പ്രധാനമന്ത്രി വിവിധ പദ്ധതികൾക്ക് തറക്കല്ലിട്ടു. മണിപ്പൂരിന്റെ വികസനമാണ് തന്റെ ലക്ഷ്യമെന്നും സമാധാനവും ഐക്യവും പുനഃസ്ഥാപിക്കാൻ ജനങ്ങൾ തയ്യാറാവണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 21वीं सदी में आगे बढ़ता हुआ हमारा देश एक ही लक्ष्य लेकर चल रहा है, विकसित भारत का लक्ष्य। और इस लक्ष्य की प्राप्ति के लिए मणिपुर का विकास भी जरूरी है। हमारा मणिपुर അസീം സംഭാവനao से भरा हुआ है. വംശീയ കലാപം കാരണം വീടുകൾ നഷ്ടപ്പെട്ടവരെയും കലാപബാധിതരെയും പ്രധാനമന്ത്രി സന്ദർശിച്ചു. കനത്ത മഴയെ തുടർന്ന് ഹെലികോപ്റ്റർ യാത്ര ഉപേക്ഷിച്ച് റോഡ് മാർഗമായിരുന്നു മണിപ്പൂരിലെ യാത്ര. നരേന്ദ്രമോദിയുടെ സന്ദർശനവും പ്രഖ്യാപനങ്ങളും പശ്ചാത്താപമായി കാണാൻ കഴിയില്ലെന്നും മുറിവേറ്റവർക്കുമേലുള്ള ക്രൂരമായ പ്രഹരമാണെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ പ്രതികരിച്ചു. 2 വർഷത്തിന് ശേഷമാണെങ്കിലും മോദി മണിപ്പൂരിലെത്തിയതിൽ സന്തോഷമുണ്ടെന്നും വളരെ നേരത്തെ ചെയ്യേണ്ട കാര്യമായിരുന്നുവെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനെതിരെ നിരോധിത സംഘടനകൾ ബന്ദ് പ്രഖ്യാപിച്ചിരുന്നു. മണിപ്പൂരിലെ വംശീയ കലാപത്തിൽ 300ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. 60,000-ത്തിലധികം പേർ കുടിയിറക്കപ്പെട്ടു. കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ഫെബ്രുവരി മുതൽ സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയ രാഷ്ട്രപതി ഭരണം തുടരുകയാണ്. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.